രാജസ്ഥാനിൽ ഗ്യാസ് ടാങ്കർ മറ്റ് വാഹനങ്ങളിലിടിച്ച് കത്തി 11 പേർ വെന്തു മരിച്ചു. 50ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പകുതിയോളം പേരുടെ നില അതീവ ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ജയ്പൂർ ആജ്മീർ ഹൈവേയിൽ ഇന്നലെ വെളുപ്പിന് 5:45 സംഭവിച്ച അപകടത്തിൽ 37 വാഹനങ്ങൾ കത്തിനശിച്ചു. വാതക ചോർച്ചയുണ്ടായതോടെ വൻ തീപിടുത്തമുണ്ടാകുകയായിരുന്നു. പരിക്കേറ്റവരിൽ 7 പേർ വെന്റിലേറ്ററിലാണ്. അപകടത്തിൽ LPG ടാങ്കറിന്റെ ഔട്ട്ലെറ്റ് നോസിലിന് കേടുപാടുണ്ടായതിനെ തുടർന്ന് വാതക ചോർച്ചയുണ്ടായതായെന്നും അത് വൻ തീപിടുത്തത്തിന് കാരണമായെന്നും ജയ്പൂർ പോലീസ് കമ്മീഷണർ ബിജു ജോർജ് ജോസഫ് പറഞ്ഞു. ടാങ്കറിന് പിറകിലുണ്ടായിരുന്ന വാഹനങ്ങളും എതിർദിശയിൽ വന്ന വാഹനങ്ങളും തീ പിടിച്ചു കത്തി. വാഹനങ്ങളിലുണ്ടായവർ ഓടി രക്ഷപ്പെട്ടു. വാഹനങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തവരാണ് വെന്തു മരിച്ചത്. അപകടമുണ്ടാകുമ്പോൾ ഒരു സ്വകാര്യ സ്ലീപ്പർ ബസ് ഗ്യാസ് ടാങ്കറിന് പിറകിലുണ്ടായിരുന്നു. ഈ ബസ്സിലെ യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. കത്തിനശിച്ച വാഹനങ്ങൾ ഹൈവേയിൽ നിന്ന് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ സ്ഫോടനത്തിൽ 300 മീറ്റർ ചുറ്റളവിൽ നിരവധി വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. ഡ്രൈവർമാരടക്കം 40 പേർക്ക് പൊള്ളലേറ്റു. ഇതിൽ 28 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിന്റെ ശബ്ദം 10 കിലോമീറ്റർ വരെ കേട്ടതായി നാട്ടുകാർ പറയുന്നു. മറ്റു വാഹനങ്ങളിൽ ഇടിച്ച ട്രക്കിൽ രാസവസ്തുവായിരുന്നെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രിയിലെത്തി അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുമായി സംസാരിച്ചു സ്ഥിതി വിലയിരുത്തി.